കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. 2025 ഏപ്രിൽ മാസത്തിലെ സെക്രട്ടറിയുടെ ശമ്പളം, പെർമനന്റ് സ്റ്റാഫിന്റെ ശമ്പളം, അതുപോലെ തന്നെ ലൈബ്രറിയൻ, സാക്ഷരതാ പ്രേരകരുടെ ഓണറേറിയം, ദിവസവേതനക്കാരുടെ വേതനം, ഇവ എങ്ങനെ സ്മാർട്ടിൽ പേയ്മെന്റ് ഓർഡർ ആക്കാമെന്ന് നമുക്ക് നോക്കാം. സാലറി, വേജസ്, ഓണറേറിയം ഇവയൊക്കെ പേയ്മെന്റ് ഓർഡർ ആക്കുന്നതിന് മുമ്പ് ആദ്യം അക്കൗണ്ടന്റുമാരൊന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ച ബജറ്റ് ഹെഡുകളിൽ ഇതിന് ആവശ്യമായ തുക ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം. അതിനായിട്ട് അക്കൗണ്ടന്റ് ബജറ്റ് സർവീസിൽ ബജറ്റ് റിപ്പോർട്ട്സ് എന്ന കാർഡിലെ ഫോം 1 സെലക്ട് ചെയ്തു. ഫിനാൻഷ്യൽ ഇയർ 25-26 കാറ്റഗറി ന്യൂ കൊടുത്ത് സെർച്ച് ചെയ്തു. ഇവിടെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് 210 എന്നതിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസിനായി ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ബജറ്റ് ഹെഡുകളും കാണാം. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ബജറ്റ് നോക്കും. ഇവിടെ സാലറി സെക്രട്ടറി, സാലറി പെർമനന്റ് സ്റ്റാഫ്, വേജസ് തുടങ്ങിയവയെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിൽ പലരും ഇങ്ങനെ തന്നെയാവും ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്മാർട്ടിനകത്ത് സെക്രട്ടറിയുടെ ശമ്പളം, പെർമനന്റ് സ്റ്റാഫിന്റെ ശമ്പളം, ഓണറേറിയം, അതുപോലെ തന്നെ വേജസ്, ഇതൊക്കെ പ്രത്യേകം ഫയലുകളിൽ ചെയ്യുന്ന രീതി തന്നെയാണുള്ളത്. അതായത് പ്രത്യേകം ഫയൽ, സെക്രട്ടറിക്ക് ഒരു ഫയല്, പെർമനന്റ് സ്റ്റാഫിന്റെ ഫയല്, ഓണററി സ്റ്റാഫിന് ഒരു ഫയല്, വേജസ് വാങ്ങുന്നവർക്ക് മറ്റൊരു ഫയൽ, ആ രീതിയിൽ മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ബജറ്റ് എൻട്രി നടത്തിയിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉടനെ തന്നെ നമ്മുടെ മന്ത്ലി സാലറി എന്ന് പറയുന്ന സർവീസിൽ ഒരു അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഫയലിൽ തന്നെ നിങ്ങൾക്ക് സെക്രട്ടറിയുടെ ശമ്പളവും പെർമനന്റ് സ്റ്റാഫിന്റെ ശമ്പളവും, അതുപോലെ വേതനം കൊടുക്കാനുള്ള വേതനം, ഓണററി സ്റ്റാഫിന്റെ ഓണറേറിയം, ഇതൊക്കെ ഒരു ഫയലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? ബജറ്റിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗ്രൂപ്പിംഗ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഒരു ഫയലിൽ തന്നെ എല്ലാ ഹെഡുകളും ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അത് നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന ബജറ്റിനെ ഒന്ന് ഗ്രൂപ്പിംഗ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. നിലവിൽ ഞാൻ ഫോറൻ നമ്പർ 1 തുകകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അതുകൊണ്ട് ഞാൻ ഈ ഹെഡുകളൊന്ന് എൻ്റെ പഞ്ചായത്തിൽ ഒന്ന് ഗ്രൂപ്പിംഗ് ചെയ്യണം. ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഫോം നമ്പർ 1 നമ്മൾ ഏതൊക്കെ ഹെഡുകളാണ് ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് എഴുതി വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുത്ത് വെച്ചിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ അതിനുവേണ്ടി ഞാൻ ലോഗിൻ ചെയ്തു അക്കൗണ്ടന്റ് ആയിട്ട് കേട്ടോ. ബജറ്റ് ക്രിയേഷനിൽ പോയിട്ട് കാറ്റഗറി ന്യൂ, ഫിനാൻഷ്യൽ ഇയർ 25-26 നൽകി സെർച്ച് ചെയ്തു. ദ ബജറ്റ് ടൈപ്പ് ഔട്ട്ഫ്ലോ സെലക്ട് ചെയ്തു. മേജർ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും, സബ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് LBയും, ഫണ്ട് ഓൺ ഫണ്ടും നൽകി. ഇനി അക്കൗണ്ട് ഹെഡ് എന്ന് പറയുന്ന ഭാഗത്ത് 210,1001 സാലറി ഓഫ് സെക്രട്ടറി സെലക്ട് ചെയ്തു. ഞാൻ മുമ്പ് നോട്ട് ചെയ്ത് ഫോറൻ നമ്പർ 1 നോട്ട് ചെയ്ത് വെച്ചിരുന്ന എമൗണ്ട് എത്രയാണ് ആ എമൗണ്ട് അതുപോലെ കൊടുത്തു. എന്നിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഫണ്ട് സെലക്ട് ചെയ്തിട്ട് 210,1003 സാലറി പെർമനന്റ് സ്റ്റാഫ് സെലക്ട് ചെയ്തു. എത്രയാണോ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് അതവിടെ കൊടുത്തു. അതുപോലെ സ്റ്റാഫിന്റെ ഓണറേറിയം, ദിവസവേതനക്കാരുടെ വേതനം, ബോണസ് തുടങ്ങി നിങ്ങൾക്ക് ഈ ഹെഡിൽ ഏതൊക്കെ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യണം അതൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഗ്രൂപ്പ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് ചെയ്യുമ്പോഴോ അതുപോലെ ബജറ്റ് ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ 350-13-03 എംപ്ലോയർ ലയബിലിറ്റി പെൻഷൻ കോൺട്രിബ്യൂഷൻ പേയബിൾ എന്ന ഹെഡിൽ നമ്മുടെ ബജറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴയ ബജറ്റിൽ എത്രയാണോ തുക, പെൻഷൻ കോൺട്രിബ്യൂഷൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തുക എത്രയാണ് അതുകൂടി ആഡ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോഴാവാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ആവാം, എങ്ങനെയായാലും. കൂടാതെ 350-13-01 എംപ്ലോയർ ലയബിലിറ്റി പെൻഷൻ കോൺട്രിബ്യൂഷൻ പേയബിൾ NBS എന്ന് പറയുന്ന ഹെഡിലും തുക നിർബന്ധമായിട്ടും എൻട്രി ചെയ്തിരിക്കണം. നിങ്ങൾ ഇതുവരെ എൻട്രി ചെയ്തില്ലെങ്കിൽ ഗ്രൂപ്പിംഗ് സമയത്ത് എൻട്രി ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അഡീഷണൽ ഡീറ്റെയിൽ ആവശ്യമായ ഭാഗത്ത് ആ വിവരങ്ങളൊക്കെ നൽകി കാറ്റഗറി HR മാനേജ്മെന്റും, മിഷൻ ജനറലും, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫംഗ്ഷനും, ജനറൽ അഡ്മിനിസ്ട്രേഷനും നൽകി സെലക്ട് ചെയ്തു. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൊടുത്തു, ഒരു ബജറ്ററി നെയിമും കൊടുത്തു. നമുക്ക് പേയ്മെന്റോട് ക്ഷമിത് വരാൻ വേണ്ടിയാണ് ബജറ്ററി നെയിം കൊടുക്കുന്നത്. ഞാനിവിടെ സാലറി, വേജസ് ആൻഡ് അതർ അലവൻസ് എന്ന് നൽകി സേവ് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പം ഗ്രൂപ്പിംഗ് ചെയ്ത ഹെഡുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ ബജറ്റിൽ, നമ്മുടെ സ്മാർട്ടിലെ ബജറ്റ് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽപ്പുണ്ട്, ഗ്രൂപ്പിംഗ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇൻഡിവിജ്വൽ ഭാഗം നമ്മൾ കളയാം, അല്ലെങ്കിൽ ഡബിളിംഗ് വരും. ഞാൻ ഇപ്പൊ സാലറി എന്ന് പറഞ്ഞ് സെക്രട്ടറിയുടെ സാലറി 9 ലക്ഷം രൂപ ഇൻഡിവിജ്വൽ ആയിട്ടും വെച്ചിരുന്നു,
വന്നു, ഇവിടെ ഗ്രൂപ്പിംഗ് ആയിട്ട് വെച്ചു. അപ്പോൾ രണ്ടും തമ്മിൽ ഡബിളിംഗ് ആയി പോയി. അപ്പോൾ അത് ഞാൻ ഇൻഡിവിജ്വൽ കളയാൻ വേണ്ടി പോകണം. കളയാൻ വേണ്ടി അതിനുവേണ്ടി ഞാൻ ബജറ്റ് കാർഡ് സെലക്ട് ചെയ്തു. അവിടെ ബജറ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ബജറ്റ് സെലക്ട് ചെയ്തു. ഇവിടെ ഒന്നും ആ ഇൻഡിവിജ്വൽ എൻട്രികൾ ഞാൻ ഓരോന്നായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യണം. നോക്കിയാൽ സെക്രട്ടറിയുടെ സാലറി എന്ന ഹെഡ് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ആക്കി. അതുപോലെ സാലറി പെർമനന്റ് സ്റ്റാഫ് അതും ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു, അതും ഡിലീറ്റ് ആക്കി. ഇനി ഞാൻ വേജസ് എന്നൊരു ഹെഡും ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, ഞാൻ അത് ഡിലീറ്റ് ആക്കണം. ഓക്കെ, ആ ഹെഡ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കും. വേജസ് എന്ന് പറയുന്ന ഹെഡ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ബജറ്റ് ഹെഡ് എക്സ്പെൻഡിച്ചർ എക്സിറ്റ്സ് കനോട്ട് ബി ഡിലീറ്റ് എന്നൊരു മെസ്സേജ് ലഭിക്കും. അതായത് വേജസ് എന്ന് പറയുന്ന ബജറ്റ് ഗ്രൂപ്പ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ കുറച്ച് തുക വലിയൊരു എമൗണ്ട് വെച്ചിരുന്നു. ഏപ്രിൽ ആദ്യം തന്നെ കേസ്മാർട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, വേജസ് നമ്മളൊരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് ആ ഹെഡിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമല്ല, അതിനകത്ത് എത്രയാണോ എക്സ്പെൻഡിച്ചർ ആയത് അത് അവിടെ നിർത്തിയിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാം. ഏത് ഹെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പലരും കഴിഞ്ഞ ദിവസം ചോദിച്ചു എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ബജറ്റിലെ ഹെഡ് നിലവിലെ പൈസ എഡിറ്റ് ചെയ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക്. അതെങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര എക്സ്പെൻഡിച്ചർ ആയി ആ എമൗണ്ട് അവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബജറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബജറ്റ് കാർഡ് നിന്ന് ബജറ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്തു. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഹെഡ് സെലക്ട് ചെയ്തു. അവിടെ ഒരു പെൻ ഐക്കണുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിന്റെ സ്ക്രീനിൽ ഹെഡിന് നേർക്കുള്ള പെൻ ഐക്കൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തു, തുക എഡിറ്റ് ചെയ്തു. ഇനി സേവ് ചെയ്താൽ മതി. ഇങ്ങനെ ഏത് ഹെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഹെഡുകൾ ഗ്രൂപ്പിംഗ് ചെയ്താൽ മതി. ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ഇൻഡിവിജ്വലായിട്ട് കിടക്കുന്ന ഭാഗം പോയി എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാൻ മറക്കരുത്. ഡബിളിംഗ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ സാലറിയുടെ പേയ്മെന്റോട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബജറ്റ് റെഡിയാണ്. ഇനി നമുക്ക് സാലറി ചെയ്യാം. ഇനി നമ്മുടെ അക്കൗണ്ടന്റുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിനകത്ത് വരേണ്ട ഒരു കാര്യം, സാലറിയുടെ പേയ്മെന്റ് ഓർഡർ ചെയ്യുന്നത് അക്കൗണ്ടന്റ് അല്ല, എസ്റ്റാബ്ലിഷ്മെന്റ് സീറ്റിൽ നിന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മളല്ല ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് സീറ്റിൽ നിന്ന് സാലറി പേയ്മെന്റ് ഓർഡർ ചെയ്ത് വെരിഫിക്കേഷനും അപ്രൂവലും ഓതറൈസേഷനും കഴിഞ്ഞ് പേയ്മെന്റിന് മാത്രമേ നമ്മുടെ കയ്യിൽ വരത്തുള്ളൂ. ശ്രദ്ധിക്കുമല്ലോ. സാലറി ചെയ്യും മുമ്പ് ഞാൻ നിങ്ങളൊരു എക്സൽ ഷീറ്റ് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു എക്സൽ ഷീറ്റിനകത്ത് സീരിയൽ നമ്പർ, എംപ്ലോയിയുടെ നെയിം, ഡെസിഗ്നേഷൻ, പെന്ന്, മൊബൈൽ നമ്പർ, ബാങ്ക്, IFSC, അക്കൗണ്ട് നമ്പർ, എമൗണ്ട്, ഇത്രയും വിവരങ്ങൾ നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി വെക്കാൻ കഴിയും. ഈ എക്സലിനകത്ത് ഈ വിവരങ്ങൾ തയ്യാറാക്കി വെച്ചാൽ ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതങ്ങ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇതിന്റെ ടെംപ്ലേറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചു തരാം ഇതിന്റെ ടെംപ്ലേറ്റ്. നിങ്ങൾ സാലറി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് സെക്രട്ടറിക്ക് വേണ്ടി ഒരു ടെംപ്ലേറ്റ്, പെർമനന്റ് സ്റ്റാഫിന് വേണ്ടി ഒരു ടെംപ്ലേറ്റ്, ഡെയിലി വേജസിനും ഓണററി സ്റ്റാഫിനും വേണ്ടി ഓരോ ടെംപ്ലേറ്റുകൾ ഇതേപോലെ തയ്യാറാക്കി വെച്ചാൽ ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ആദ്യം സെക്രട്ടറിയുടെ സാലറിയാണ് ചെയ്യാൻ പോകുന്നത്. സെക്രട്ടറിയുടെ സാലറി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം G-Spark നിന്ന് ബില്ല് എടുക്കണം. ആ ബില്ല് അനുസരിച്ച് ഈ എക്സൽ ഷീറ്റിന് എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് വെക്കണം. എക്സൽ ഷീറ്റിനകത്ത് ആവശ്യമായ വിവരം ഇപ്പോൾ എക്സൽ ഷീറ്റ് സെക്രട്ടറിയുടെ പേരും ഡീറ്റെയിലും കൊടുത്തു, ഒന്ന് അപ്ഡേറ്റ് ആക്കി വെച്ചു. ഇനി റോള് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിനാണ് കേട്ടോ. അക്കൗണ്ടന്റ്മാർ വെയിറ്റ് ചെയ്യുക. എസ്റ്റാബ്ലിഷ്മെന്റ് സീറ്റിൽ നിന്ന് പേയ്മെന്റോട് ചെയ്ത് വരട്ടെ ഫയൽ. അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്ക് കേസ്മാർട്ട് ലോഗിൻ ചെയ്തോ. ആർക്ക് വേണമെങ്കിൽ സാലറിയുടെ ഫയൽ എറേസ് ചെയ്യാൻ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എറേസ് ചെയ്താൽ അത് ഫയലായിട്ട് കിട്ടുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് സീറ്റിലാണെന്ന് മാത്രം. അപ്പോൾ നടപടിക്കായി ഞാനത് സർവീസ് ചെയ്യുന്ന മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്ന സർവീസ് സെലക്ട് ചെയ്തു. ടൈറ്റിൽ നൽകി, പ്രൊസീഡ് ചെയ്തു, ഡിസ്ക്രിപ്ഷൻ നൽകി, വീണ്ടും പ്രൊസീഡ് കൊടുത്തു. ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ നമ്മുടെ G-Spark നിന്ന് കിട്ടിയ ശമ്പള ബില്ല് അപ്ലോഡ് ചെയ്യണം. ഇനി സബ്മിറ്റ് ചെയ്താൽ അതിന്റെ ഓപ്പറേറ്ററുടെ ഇൻബോക്സിനകത്ത് ആ ഫയൽ വന്നിട്ടുണ്ട്. ഓപ്പറേറ്റർ ഇൻബോക്സ് ചെയ്യുന്ന ഫയൽ ഓപ്പൺ ചെയ്തു. ഫയലിന്റെ ജനറൽ ഫീച്ചറിൽ നിന്ന് ഫിനാൻസ് വഴി സാലറി എന്ന് പറയുന്ന സർവീസ് സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, പേയ്മെന്റ് ഓർഡർ ഒന്നല്ല എടുക്കേണ്ടത്, സാലറി എന്ന് പറയുന്ന സർവീസാണ്. സാലറി സെലക്ട് ചെയ്തു. സാലറി ഇപ്പൊ വരുന്ന സ്ക്രീനിൽ സാലറി പേയ്മെന്റ് എന്നതിന് താഴെയുള്ള ഓപ്ഷനിൽ അതർ സെലക്ട് ചെയ്യണം. പാർക്ക് എടുക്കേണ്ട തൽക്കാലം അതർ എടുക്കുക. ബജറ്റ് ഡീറ്റെയിൽ എന്നതിൽ ബജറ്റ് ഗ്രൂപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും ബജറ്റ് സബ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും സെലക്ട് ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ച ബജറ്ററി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹെഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്യുക. സാലറി സെക്രട്ടറി എന്ന അക്കൗണ്ട് ഹെഡിന് നേർക്കുള്ള ക്ലെയിം എമൗണ്ട് എന്ന കോളത്തിൽ സെക്രട്ടറിയുടെ ഗ്രോസ് സാലറി കൊടുക്കുക. പ്രൊസീഡിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഗ്രോസ് സാലറിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യത്തെ ഭാഗത്ത് ശ്രദ്ധിക്കുന്ന നെറ്റല്ല, ഗ്രോസ് എല്ലാം കൂടെ ചേർന്ന ശമ്പളം ആദ്യം കൊടുക്കണം. പ്രൊസീഡ് ക്ലിക്ക് ചെയ്തു. അക്കൗണ്ട് ഹെഡിൽ നിന്ന് മാസം സെലക്ട് ചെയ്തു. ഏപ്രിൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് റിക്കവറി എന്ന ബോക്സ് ടിക്ക് ചെയ്തു. അവിടെ സെക്രട്ടറിയുടെ ശമ്പള ബില്ലുള്ള ഓരോ റിക്കവറിയും ആഡ് ചെയ്ത് കൊടുക്കണം.
താഴെ റിക്കവറി കാഴ്ചയുള്ള നെറ്റ് സാലറി ലിസ്റ്റ് ചെയ്യുന്നത് കാണാം. ഏറ്റവും താഴെയുള്ള പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന ബോക്സ് ടിക്ക് ചെയ്ത് പെൻഷൻ കോൺട്രിബ്യൂഷന്റെ തുകയും കൊടുത്ത് പ്രൊസീഡ് ചെയ്യണം. പേ ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് കാണാം ബെനിഫിഷ്യറി വിവരങ്ങൾ നിങ്ങൾക്ക് എക്സൽ ആയിട്ട് ആഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൽ ആയിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആഡ് ബട്ടൺ വഴി ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ എക്സൽ ഷീറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതുവഴി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എക്സൽ ഷീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വലി ആഡ് ചെയ്ത് കൊടുത്താലും അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ താഴെ ബെനിഫിഷ്യറി ലിസ്റ്റ് ചെയ്യും, റിമാർക്ക് നൽകി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഫയലിൽ പേയ്മെന്റ്, ഇപ്പോൾ ഫയലിൽ പേയ്മെന്റ് ഓർഡറാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം പേയ്മെന്റ് ഓർഡറാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്ക് തയ്യാറാക്കിയത്. ഇനി ഫയൽ വെരിഫിക്കേഷന് വേണ്ടി, ഫയലിലെ പേയ്മെന്റ് ഓർഡർ വെരിഫിക്കേഷന് വേണ്ടി HC അല്ലെങ്കിൽ JS കിട്ടും. നമുക്കിനി അടുത്തത് പെർമനന്റ് സ്റ്റാഫിന്റെ സാലറി എങ്ങനെ ചെയ്യുമെന്ന് നോക്കാമോ. ആദ്യം GSparkൽ നിന്ന് ബില്ലെടുക്കുന്നു. നമ്മുടെ കയ്യിലുള്ള എക്സൽ ഷീറ്റ് അതനുസരിച്ച് മോഡിഫൈ ചെയ്ത് എല്ലാവരുടെ സാലറി ഡീറ്റെയിലും കൊടുത്ത് വയ്ക്കുന്നു. സാലറി ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ നെറ്റ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. എക്സലിൽ കൊടുക്കുമ്പോൾ നെറ്റ് എമൗണ്ട് ആണ്, ഗ്രോസ് അല്ല. ഓരോ ബെനിഫിഷ്യറി കിട്ടേണ്ടത് നെറ്റ് എമൗണ്ട് ആണല്ലോ. അപ്പോൾ നെറ്റ് എമൗണ്ട് ആണ് എക്സൽ ഷീറ്റിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ അതനുസരിച്ച് ക്ലിയർ വെച്ച എക്സൽ ഒന്ന് കാണിക്കാം. നേരത്തെ സെക്രട്ടറിയുടെ സാലറി ചെയ്ത പോലെ തന്നെ സർവീസിൽ നിന്ന് മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്ന സർവീസ് സെലക്ട് ചെയ്തോ, ടൈറ്റിൽ നൽകി, പ്രൊസീഡ് ക്ലിക്ക് ചെയ്തോ, ഡിസ്ക്രിപ്ഷൻ നൽകി, വീണ്ടും പ്രൊസീഡ് കൊടുത്തു. ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ശമ്പള ബില്ല് നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം. സബ്മിറ്റ് കൊടുത്തു. ഇൻബോക്സിൽ പോയിട്ട് ആ ഫയൽ എടുത്തു. ജനറൽ ഫീച്ചറിൽ നിന്ന് ഫിനാൻസ് വഴി സാലറി സെലക്ട് ചെയ്തു. സാലറി പേയ്മെന്റ് എന്നതിന് താഴെയുള്ള ഓപ്ഷനുകൾ അതർ സെലക്ട് ചെയ്തു. ബജറ്റ് ഡീറ്റെയിലിൽ ബജറ്റ് സബ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ്, ബജറ്റ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും ബജറ്റ് സബ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും സെലക്ട് ചെയ്ത് ലിങ്ക് ചെയ്തു. നമ്മൾ ചെയ്തു വെച്ച ബജറ്ററി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹെഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഫണ്ട് ഓൺ ഫണ്ട് കൊടുക്കാം. സാലറി പെർമനന്റ് സ്റ്റാഫ് എന്ന അക്കൗണ്ട് ഹെഡിന് നേർക്കുള്ള ക്ലെയിം എമൗണ്ട് എന്ന കോളത്തിൽ സ്റ്റാഫിൻ്റെ ഗ്രോസ് സാലറി കൊടുക്കണം. ശ്രദ്ധിക്കണം, ഗ്രോസ് സാലറിയാണ് അക്കൗണ്ട് ഹെഡ് നേർക്ക് കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് മാസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഹെഡ് സാലറി പെർമനന്റ് സ്റ്റാഫ് സെലക്ട് ചെയ്തു. റിക്കവറികളെല്ലാം നേരത്തെ കൊടുത്ത പോലെ കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് NBS സ്റ്റാഫ് അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിലുണ്ടെങ്കിൽ NBS എംപ്ലോയി ഷെയർ എന്ന റിക്കവറി ഹെഡ് മറക്കാതെ കൊടുക്കണം. നെറ്റ് സാലറി പേയബിൾ താഴെ ലിസ്റ്റ് ചെയ്യും. പെൻഷൻ കോൺട്രിബ്യൂഷൻ എമൗണ്ട് എടുത്ത് കൊടുക്കുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പേ ഡീറ്റെയിലിൽ പോയിട്ട് നമ്മുടെ എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ അതിന് കഴിയുന്നില്ല എങ്കിൽ ഇത്രയും വരെ ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ഡെയിലി വേജസുകാരുടെ ശമ്പള ഫയലും അവരുടെ ഫയലും ഓണറേറിയംകാരുടെ ഫയലും നമുക്ക് ചെയ്യാം. അവർക്ക് GPN ഇല്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആ ഭാഗം നിങ്ങൾ ബ്ലാങ്ക് ഇട്ടാലും അപ്ലോഡ് ആകും കേട്ടോ. ഞാൻ ഡെയിലി വേജസുകാരുടെ പെട്ടെന്ന് ചെയ്ത് കാണിക്കാം. നമ്മൾ നേരത്തേക്ക് ഇത്രയും ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ കാണിക്കാം. ഫയൽ എടുത്തോ, സാലറി സെലക്ട് ചെയ്തോ, സാലറി പേയ്മെൻറ്റിന് താഴെയുള്ള ഓപ്ഷനിൽ അതർ സെലക്ട് ചെയ്തു, ബജറ്റ് ഹെഡ് സെലക്ട് ചെയ്തു, ലിങ്ക് ചെയ്തു, ബജറ്ററി ഗ്രൂപ്പ് കൊടുത്തു, ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു, വേജസ് അവിടെ അക്കൗണ്ട് ഹെഡിന് നേർക്കുള്ള വേജസ് എന്ന അക്കൗണ്ട് ഹെഡിന് നേർക്കുള്ള ക്ലെയിം എമൗണ്ട്, ആ ദിവസ വേതനക്കാരുടെ ഗ്രോസ് എമൗണ്ട് അവിടെ എടുത്ത് കൊടുക്കണം. പ്രൊസീഡ് ക്ലിക്ക് ചെയ്തോ, റിക്കവറി ഒന്നുമില്ല, വീണ്ടും പ്രൊസീഡ് ക്ലിക്ക് ചെയ്തോ, പേ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നമ്മുടെ എക്സൽ അങ്ങ് അപ്ലോഡ് ചെയ്തു. അതിനും കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ബട്ടൺ വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു. ഇതുപോലെ ഓണററി സ്റ്റാഫ് നിങ്ങൾ ചെയ്യുക. ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാ ഫയലുകളും വെരിഫിക്കേഷന് വേണ്ടി വെരിഫയറുടെ ലോഗിൻ HC അല്ലെങ്കിൽ JSന്റെ ലോഗിൻ എത്തി കാണും. അത് HC അല്ലെങ്കിൽ JS ഇതേപോലെ ലോഗിൻ ചെയ്തിട്ട് ആ ഫയലിൽ നിന്ന് ഫിനാൻസ് എന്ന് പറയുന്ന ബോക്സ് സെലക്ട് ചെയ്തു. ഈ വന്ന പേയ്മെൻറ്റ് ഓർഡറുകളെല്ലാം ഓരോന്നായിട്ട് നോക്കി വെരിഫൈ ചെയ്തു. അപ്രൂവലിന് വേണ്ടി സെക്രട്ടറിക്ക് കിട്ടും. ഇത്രയും ഫയൽ ഇതുപോലെ തന്നെ ലോഗിൻ ചെയ്തു. നമ്മുടെ ഫിനാൻസ് ബോക്സ് സെലക്ട് ചെയ്തു. അതിൽ നിന്ന് എല്ലാ പേയ്മെൻറ്റ് ഓർഡറും അപ്രൂവ് ചെയ്ത പേയ്മെൻറ്റ് ഓർഡറുകൾ നേരെ പോകുന്നത് ഓതറൈസേഷന് വേണ്ടി പ്രസിഡന്റ് ലോഗിനിലേക്കായിരിക്കും. പ്രസിഡന്റ് ലോഗിൻ ചെയ്തു. ഇതേപോലെ ഫയൽ എന്ത് ചെയ്തു, ആ ഫിനാൻസിൻ്റെ ബോക്സ് ക്ലിക്ക് ചെയ്തു. എല്ലാ ഫയലും എടുത്ത് ഓതറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഫയലുകളെല്ലാം പോകുന്നത് അക്കൗണ്ടൻ്റ് ലോഗിനിലേക്കായിരിക്കും. ഇതിനു വേണ്ടിയായിരിക്കും ഇനി പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. പേയ്മെൻറ്റിന് വേണ്ടി അക്കൗണ്ടൻ്റ് ലോഗിനിലേക്കായിരിക്കും പോകുന്നത്. എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ പേയ്മെൻറ്റ് ഓർഡർ ചെയ്ത് വയ്ക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മുൻ വീഡിയോകളിൽ നമ്മൾ വേജസും ഓണറേറിയും ഒക്കെ കൊടുത്ത് മറ്റൊരു സർവീസിലായിരുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കോൺട്രാക്ട് അല്ലെങ്കിൽ ഓണറേറിയം സ്റ്റാഫിന് കൊടുക്കാനുള്ള തുകയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എമോളുമെന്റ്സ് ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഓണറേറിയം സ്റ്റാഫ് HRET 11 എന്ന സർവീസിൽ വേണമെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ ദിവസവേതനക്കാരുടെ വേതനം വേണമെങ്കിൽ നിങ്ങൾക്ക് വേജസ് റിലേറ്റഡ് സർവീസിൽ വേണമെങ്കിൽ എടുക്കാം. പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എടുത്താൽ ആകെ വരാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, അങ്ങനെ ഫയൽ എടുത്താൽ നിങ്ങൾ ക്ലെയിം ചെയ്ത് ആ ക്ലെയിം വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് വന്നിട്ട് പിന്നെ അത് ഒന്നേന്ന്
അക്കൗണ്ടൻറ്റ് ലോഗിൽ നിന്ന് പേയ്മെൻറ്റ് ഓർഡറായിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും എളുപ്പം ഇതുപോലെ സാലറി എന്ന് പറയുന്ന സർവീസിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. എന്തായാലും അത്യാവശ്യം സാലറി എടുക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.